മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണീശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയും കൃപയും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 7 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോനാഥൻ ശിഷ്യന്മാരെ 2 പേരെ വീതം തൻ്റെ പ്രവർത്തനത്തിനായിട്ട് അയക്കുമ്പോൾ ഈശോ അവർക്ക് കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. അതിങ്ങനെയാണ്. അവൻ കൽപ്പിക്കുകയാണ്, യാത്രയിൽ വടിയല്ലാതെ മറ്റൊന്നും, അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത്, ചെരുപ്പ് ധരിക്കാം, 2 ഉടുപ്പുകൾ ധരിക്കരുത്. ഇവിടെ ഈശോനാഥൻ പറയുന്നത് എന്താ? വടിയല്ലാതെ വേറൊന്നും എടുക്കരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോനാഥൻ ഈ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നിന്റെ സുരക്ഷ ഞാനാണ് എന്നാണ്. ജീവിതത്തിന് ആവശ്യമുള്ളതൊന്നും നീ കരുതണ്ട. കാരണം നിന്റെ ജീവിതത്തിൻ്റെ സുരക്ഷ ഞാനാ. നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ളത് തരുന്നവൻ ഞാനാ. അത് ആവശ്യമുള്ള സമയത്ത് നിനക്ക് തരും. അതുകൊണ്ട് നീ ശൂന്യനായിട്ട് പോകാനായിട്ടാണ് ഈശോ ആവശ്യപ്പെടുക. ശിഷ്യത്വത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ശൂന്യമായ കരങ്ങളോടെ ദൈവത്തിന് മുമ്പ് നിൽക്കണം. ഒന്നുമില്ലാത്തവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒന്നുമില്ലാത്തവൻ്റെ കൂടെ നിൽക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഒന്നുമില്ലാത്തവൻ്റെ കൂടെ നടന്ന് അവൻ്റെ പ്രവർത്തനങ്ങളെ ആശീർവദിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നീ നിന്റെ ജീവിതത്തിൻ്റെ ഒന്നുമില്ലായ്മയിൽ ദൈവത്തിൽ നിന്ന് എല്ലാം പ്രതീക്ഷിക്കുക. അവിടുന്ന് നിന്നോട് പറയും, നിന്റെ സുരക്ഷ ഞാനാ. നിന്റെ സുരക്ഷ എൻ്റെ കൈകളിലാണ്. നിന്റെ കുടുംബത്തിൻ്റെ സുരക്ഷ എൻ്റെ കൈകളിലാണ്. പിന്നെ എന്തിനാ നീ ഭയപ്പെടുന്നത്? എന്നോടും നിങ്ങളോടും ഈശോനാഥൻ ചോദിക്കുന്ന ചോദ്യം ഇതാ, നിന്റെ സുരക്ഷ എൻ്റെ കൈകളിലല്ലേ, പിന്നെ നീ എന്തിനു ഭയപ്പെടണം? എന്തിനു ആകുലപ്പെടണം? എന്തിനു നിരാശപ്പെടണം? ജീവിതത്തിൻ്റെ ഇല്ലായ്മകളെ ഓർത്ത്, അരക്ഷിതാവസ്ഥയെ ഓർത്ത്, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ ഓർത്ത് നീ നിരാശപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നീ അങ്ങനെ പോകുന്ന നിമിഷങ്ങളിൽ നിന്റെ സുരക്ഷയായി നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ടായിരിക്കും. വീണ്ടും അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നീ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഭവനത്തിൽ പ്രവേശിച്ചാൽ അവർ നിന്നെ സ്വീകരിക്കുന്നില്ല എങ്കിൽ ഒന്നും പറയാതെ പോകുമ്പോൾ നിന്റെ ചെരുപ്പിൻ്റെ പൊടി അവിടെ തട്ടിയിടുക. പ്രിയപ്പെട്ടവരെ, ഈശോനാഥൻ ഈ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ നീ ഏറ്റുവാങ്ങിയ അവഗണനയുടെ മുറിവ് അതവിടെ തീർത്തിട്ട് പോകണം. ആ മുറിവുമായിട്ട് നീ മുന്നോട്ട് പോകരുത്. ആ മുറിവുമായിട്ട് മുന്നോട്ട് പോയാൽ നിന്റെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുകയില്ല, നിന്നിലൂടെ ദൈവാനുഗ്രഹം ഒഴുകുകയുമില്ല. ജീവിതത്തിൽ ഒരുപാട് മുറിവുകൾ ഏറ്റുവാങ്ങുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അവഗണനയുടെയും വേദനയുടെയും ഒത്തിരി മുറിവുകൾ നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്ന മുറിവ് അനുഭവങ്ങളെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു? ആ മുറിവുകളുമായിട്ട് നടക്കുന്നവരാണോ നമ്മൾ ഓരോരുത്തരും? അങ്ങനെയെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരാണ് നമ്മൾ. നീ ഏറ്റിരിക്കുന്ന അവഗണനയുടെ പൊടി അവിടെ തട്ടിക്കളയണം, അത് കൊണ്ടുപോകരുത് എന്ന് ഈശോ കൃത്യമായിട്ട് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന മുറിവ് അനുഭവങ്ങളെ നമ്മൾ അവിടെ തീർക്കണം. പിന്നെ അത് കൊണ്ടുപോകരുത്. ആ നിമിഷം തന്നെ തീർക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതും പേറി നടക്കുന്നവരാകരുത് നമ്മൾ. അതും പേറി നടന്ന ദൈവാനുഗ്രഹം സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. 2 ചിന്തകളാണ് ഈശോ ഈ ദിവസം നമുക്ക് നൽകുന്നത്. 1, നിന്റെ സുരക്ഷ ഞാനാണ്, നീ ഭയപ്പെടേണ്ട. 2, നിന്റെ ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന മുറിവനുഭവങ്ങളെ ആ നിമിഷം തന്നെ അവിടെ ഉപേക്ഷിച്ചേക്കുക. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. കരങ്ങളെ യാചനയോടെ പിടിക്കാം. നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ പഠനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ വഴികളിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ജീവിതത്തിൻ്റെ വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഈശോയെ, ഇവരെ സഹായിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും
പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.